ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ മോര് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വഴുതനങ്ങ വട്ടത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മസാല പുരട്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ കടുക് വറക്കാനായിട്ട് ഞാൻ ഉണക്കമുളക്, കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിയിലേക്ക് ചേർക്കാനായിട്ട് 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വഴുതനങ്ങയൊക്കെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് കളർ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുത്തു. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടിയുടെ ആ ചെറിയ ചൂടിൽ തന്നെ പൊടി മൂത്ത് വന്നോളും. അപ്പോൾ പൊടിയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വഴുതനങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇനിയൊരു രീതിയിൽ വഴുതനങ്ങ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വഴുതനങ്ങയിൽ ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ട് ഈ ഒരു കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.